എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ സത്യം പറയല്ല, എൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വലിയ ഒരു എന്താ പറയുക, ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരനായി മാറും. അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ, പലരും ഇങ്ങനെ കമൻറ്റിൽ വന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് റോങ് ഇൻറ്റൻഷനോടുകൂടി പറഞ്ഞതല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ട് എല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ല, എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിൽ. അതെപ്പോഴോ പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് മുറക്കി അല്ല തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയുക, അല്ല ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. സകല മുതലാളിമാരെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് ചീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട്. ഓക്കെ, അതിൽ 30 ചെമ്പ് ബിരിയാണി, ഞാനത് കേട്ടത് മുക്കാ ചെമ്പെന്നും പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. അല്ല, അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക, ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനത് വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടി എടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാചാ കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എൻ്റെ മൈൻഡിൽ എന്താണ്, രായമാണിക്ക സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോവുകയാണ്, ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയല്ലേ. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി അതാണ്. അപ്പോൾ ആ രീതിക്ക് അങ്ങോട്ട് പറഞ്ഞ് അങ്ങ് പോയ കാര്യം അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടപ്പോഴത്തേക്കാണ് ഞാനിരുന്ന് ആലോചിക്കണം, ഇതിങ്ങനെയാണല്ലേ ആൾക്കാർ വ്യാഖ്യാനിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ആൾക്കാർ പല രീതിയിൽ കിണ്ടിയും കീറിയും മുറിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വേറെ രീതിക്ക് പല രീതിക്കും വ്യാഖ്യാനിക്കപ്പെടും. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ, അതായത് കേൾക്കുന്ന ആളിൻ്റെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോകും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അത് ഇപ്പം ഞാൻ ഒരു ഉദാഹരണമായിട്ട് സഹിതം പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം ഞാനും നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും. ആ ഒരു കഥയിൽ ഇതിൻ്റെ ഒരു സാരാംശമുണ്ട്. അതായത് പണ്ടൊരു കവി ഇങ്ങനെ ഒരു ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞ് ആ ഒരു മണ്ണിൻ്റെ മണമൊക്കെ ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു പുസ്തകം എടുത്തിട്ട് ഒരു 4 വരി കവിത അങ്ങോട്ട് എഴുതുകയാണ്. മഴ പെയ്തു, മണ്ണ് നനഞ്ഞു, മണം പരന്നു, മനം നിറഞ്ഞു എന്ന് 4 വരി കവിത അങ്ങ് എഴുതി വെക്കുകയാണ്. എന്നിട്ട് പുള്ളി ഈ കണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ കവിത എഴുതുന്നത്. ഇത് കാലങ്ങൾ കഴിഞ്ഞ് ഒരു സ്കൂളിൽ ഒരു അധ്യാപികയുടെ കയ്യിൽ, ഒരു ടീച്ചറിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അവരിങ്ങനെ എടുത്തു വെച്ചിട്ട് നോക്കിയാണ്. മഴ പെയ്തു എന്നത് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ആധുനിക മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മണ്ണ് നനഞ്ഞു എന്നത് വെച്ചാൽ മനുഷ്യന്മാരുടെ മനസ്സ് മൃദുവാകുന്നു എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മണം പരന്നു, അതായത് സമൂഹത്തിൽ നല്ല ചിന്തകൾ പരന്നു എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മനം നിറഞ്ഞു, ഒരു ആത്മീയ ശാന്തി ലഭിച്ചു എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ശരിക്കും ഇങ്ങനെ വല്ലതാണ് അവിടെ കവി കണ്ട ഒരു കാഴ്ച, പ്രകൃതി ഭംഗി, ഒരു 4 വരി കവിത ചുമ്മാ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത അങ്ങ് എഴുതി വെച്ച്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പുറത്ത് പുതിയൊരു വ്യക്തി, അത് വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരാൾ അതിനെ വേറെ രീതിക്ക് വ്യാഖ്യാനിച്ചപ്പം അതിനിങ്ങനെ ഒരു അർത്ഥം കിട്ടി. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ വായും പൊളന്നിങ്ങനെ നോക്കിയാണ്, അപ്പോൾ ഇതിനിങ്ങനെയും ഒരു അർത്ഥമുണ്ടായിരുന്നല്ലേ എന്ന രീതിയിൽ ചിന്തിച്ച്. അപ്പം
ഒരാൾ നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യവും വേറൊരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് വേറെ രീതിയിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിപ്പോയി, ഞാൻ ആ ഒരു സാരാംശമേ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. വളരെ നല്ല ഉദ്ദേശത്തോടെ ഞാൻ ആ ഒരു സന്തോഷത്തിൽ, കല്യാണമല്ലേ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കല്യാണം മുടക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഇത് നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. എൻ്റെ രായമാണിക്യം എൻ്റെ തലയിൽ കയറിപ്പോയി. ആ രായമാണിക്യം കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇവിടെ അത് പോട്ടെ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം പോട്ട്. അപ്പം ഈ പറയുന്ന നിങ്ങൾ തന്നെ കുറേ പേര് പറഞ്ഞു ബന്ധുക്കൾ ഇതെല്ലാം തമാശയായിട്ട് എടുക്കത്തില്ല, അവർ പുതിയ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോ ഇട്ട് ഒരു 20 മിനിറ്റിന് ശേഷം തന്നെ അല്ലെങ്കിൽ 20 മിനിറ്റിനകം തന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചു, അത് കണ്ടു. എന്നിട്ട് ആദ്യം തന്നെ കണ്ടോ എല്ലാവരും എന്നെ വളരെ സിമ്പിൾ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അരുൺ ചേട്ടന് ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കെന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞ് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് കാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിൻ്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു? അവർ കണ്ട് അങ്ങനെ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, അവരൊക്കെ അത് ചിരിച്ച് എൻജോയ് ചെയ്ത് അവർ ആ ഒരു സെൻസിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇൻറ്റൻഷ്യലി ഞാനിപ്പോൾ അവർ മറ്റേ കഴിച്ചതിൻ്റെയൊക്കെ തൂക്കം എടുത്തിട്ട് ഞാനങ്ങനെ കൃത്യമായിട്ട് എച്ചിക്കണക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ എന്നെ ഇത്രയും കാലം കാണുന്നതാണ്, നിങ്ങൾ എൻ്റെ നല്ല വശങ്ങൾ മോശം വശങ്ങളല്ല എൻ്റെ പല ഭാവങ്ങൾ പല എക്സ്പ്രഷൻ അങ്ങനെ എല്ലാ രീതിയിലും എന്നെ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു രാത്രി കൊണ്ട് ഞാനിങ്ങനെ അഹങ്കാരം പിടിച്ച് അല്ലെങ്കിൽ ഒരു മോശം വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വളർന്ന ഒരാളാണെന്ന്, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു മോശം ഒരു മൃഗമായിട്ട് മാറിയെന്ന് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നിയോ? അപ്പം ഞാൻ മനഃപൂർവ്വം ആരെയും ബഹുമാനം കുറച്ചോ അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളും അല്ല. അപ്പം എനിക്ക് എൻ്റെ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഇനി വരുന്ന എൻ്റെ ഫ്യൂച്ചർ ഫാമിലിയും. എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇതൊരു കച്ചവടമല്ല എന്നും ഇതൊരു ചടങ്ങല്ല എന്നും ഇത് പുതിയ ബന്ധങ്ങളാണെന്നും ഇത് പുതിയ ജീവിതമാണ് എന്നുള്ളതിന് വ്യക്തമായി എനിക്ക് ബോധ്യമുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ ഒരുപക്ഷെ പറയേണ്ടിയിരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ കല്യാണം അങ്ങ് ഉറപ്പിച്ചു എന്ന് വേണം പറയേണ്ടിയിരുന്നത്. വിവാഹം പോലത്തെ ഒരു മംഗളമായ ഒരു പവിത്രമായ ഒരു കാര്യത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എൻ്റെ രായമാണിക്യം സംഭവിച്ചു പോയി, എന്ത് ചെയ്യാം, മൈ മിസ്റ്റേക്ക്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കാര്യം ഞാൻ ഏകദേശം വീഡിയോ ഇട്ട് 2-3 മണിക്കൂറിന് ശേഷം ഞാൻ ഈ സംഭവം അറിയുന്നുണ്ട്. അപ്പം എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് ആ ഒരു പോർഷനായിട്ട് കട്ട് ചെയ്ത് കളയാമായിരുന്നു, അവിടെ വെച്ച് തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് കയറി പറ്റിയ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും ആ പോർഷൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ നേരിട്ട് പറയുന്നതായിരിക്കും ഒരുപക്ഷെ ശരി. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. എനിക്ക് ആ ഒരു തെറ്റിദ്ധാരണ വെച്ച് ഇനി നമ്മൾ വീണ്ടും നമ്മൾ കാണേണ്ടവരാണ്. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാം. ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വളർച്ചയിൽ എൻ്റെ കഷ്ടപ്പാടിൽ ഈ പറഞ്ഞ ബഹുമാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ മര്യാദ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ വാക്ക് മാത്രമല്ല, അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് അങ്ങനെ മോശം ഇൻറ്റൻഷനോട് കൂടി ഒരു കാര്യം പറഞ്ഞ് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശ എന്ന് പറയുന്നത് എല്ലാവരും അത് തമാശയായിട്ട് എടുക്കണമെന്നില്ല. അത് ശരിയാണ്, ഞാൻ യോജിക്കുന്നു. തമാശ എന്ന് പറയുന്നത് പറയുന്ന ആൾ മാത്രം എൻജോയ് ചെയ്യേണ്ട ഒന്നല്ല, കേൾക്കുന്നവനും എൻജോയ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നല്ല ബന്ധങ്ങൾക്കിടയിൽ അവിടെ ബഹുമാനം ഉണ്ടാവും, അവിടെ തമാശകൾക്ക് സ്ഥാനവും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പല രീതിയിൽ അവനെ പല രീതിയിൽ കളിയാക്കും, അവൻ ചിലപ്പോൾ എന്നെയും കളിയാക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്താ മൈ ഇത്രയാ എന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അത് ഏറ്റവും അടുത്ത സുഹൃത്താകുമ്പോഴത്തേക്ക് അവനത് കണക്റ്റ് ആവും, അവൻ്റെ അടുത്ത് ആ രീതിക്ക് നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അകലെയുള്ള ഒരു ഹായ് ബായ് ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ മൈ ഇത്രയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അടിച്ച് കവാലിനെ റൊട്ടിയാക്കി ഇട്ടിട്ട് പോകും. കാരണം അവിടെ അത് അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സൗഹൃദമാണ്, ഇവിടെ നല്ല രീതിക്ക് പോകുന്ന ബന്ധമാണ്, അവിടെ ഒരു ബഹുമാനം റെസ്പെക്റ്റും എല്ലാം ഉണ്ട് താനും. എന്നാൽ ഈ പറഞ്ഞ ഈ തമാശയ്ക്കും ഇവിടെ വാല്യൂ കൊടുക്കുന്നു, അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം നല്ല ബന്ധങ്ങൾക്കിടയിൽ നല്ല ബഹുമാനം ഉണ്ടാവും, നല്ല തമാശകൾക്ക് സ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാനിപ്പം ഫ്രണ്ട്സ് പോലെ അല്ല ഫാമിലി എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ് കേട്ടോ.
പിന്നെ മനുഷ്യന്മാരല്ലേ, നമുക്ക് ഈ പറഞ്ഞ ടങ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നതല്ലേ. ഇപ്പോൾ എനിക്ക് സംഭവിക്കും, നിങ്ങൾക്ക് സംഭവിക്കും. എനിക്ക് പക്ഷെ സംഭവിച്ചത് ഒരു പോക്കായിപ്പോയി എന്നുള്ളത് മാത്രം. ഓക്കെ, അതെല്ലാം വിടും. ഇനി ഞാൻ എൻ്റെ സംസാരം കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനി എന്തായാലും എനിക്ക് വയ്യ ഇങ്ങനെയുള്ള വള്ളികളൊന്നും ചെന്ന് പിടിക്കാൻ. കാര്യം ഇതിനു മുമ്പ് ഇതുപോലത്തെ വള്ളി ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലത്തെ മോശം വിമർശനങ്ങൾ എനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇരുട്ടത്തോടെ ഇങ്ങനെ വരെയാണ്. അപ്പോഴത്തേക്ക് 1-2 ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇരുട്ടുന്ന പെട്ടെന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ മുഖം ഇങ്ങനെ മങ്ങത്തില്ല, കണ്ണ് ചിമ്മത്തില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ ചിമ്മിയിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്കാരെല്ലാം പറഞ്ഞു, ചെറുക്ക അടിച്ച് കിണ്ടിയായിട്ട് ലെവലില്ലാതെ പോകണം, അതാണ് അവൻ എന്താ ഇങ്ങനെ മന്ദാരത്തിൽ അങ്ങ് പോകണമെന്ന്. ശരിക്കും ഇതൊന്നും അല്ല സംഭവിച്ചത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്ത് പെട്ടെന്ന് എൻ്റെ മുഖത്ത് ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ആയതാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഞാൻ വെള്ളം അടിച്ച് കിണ്ടിയായിട്ടാണ്, അതുകൊണ്ടാണ് അവൻ ജാടയിട്ട് അഹങ്കാരമായിട്ട് അവരടുത്ത് സംസാരിക്കാതെ പോയി എന്നൊക്കെ പറഞ്ഞു. അത് ഞാനെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഞാനിപ്പോൾ ആരെ ബോധ്യപ്പെടുത്താൻ? ഇപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അന്ന് എൻ്റെ കൂടെ എൻ്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു, അവർക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതുപോലത്തെ വള്ളിയിൽ ഞാൻ പിന്നെ റിയാക്ട് ചെയ്യാനോ അതിന് മറുപടി തരാനോ പോയില്ല. ഓക്കെ, നിങ്ങളെന്താ വിചാരിച്ചിട്ട് പോകും. ഇതും ഞാൻ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. എന്നാലും പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഞാൻ ഒരു കരടായിട്ട് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പം എനിക്ക് നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഒരു മോശം ആളെ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്രയും നിങ്ങളുടെ പറയാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ മെച്യൂരിറ്റി ഇല്ലാതെയൊക്കെയാണെന്നുള്ളത്. മെച്യൂരിറ്റി ഇല്ലാതെ സംസാരിച്ചു, മെച്യൂരിറ്റി കുറച്ചുകൂടെയൊക്കെ ആവാമെന്നുള്ളത്. അപ്പം നിങ്ങളിപ്പം മെച്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കുകൾ കുറച്ച് അളന്നും മുറിച്ചും അങ്ങനെ കൃത്യതയോടുകൂടി സംസാരിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ അപ്പോഴും വായിൽ വരുന്നത് ഞാൻ വളരെ ആ ഒരു രീതിക്ക് സംസാരിച്ച് പോകുന്ന ഒരാളാണ്. ബട്ട് ഇനി ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ വിമർശിച്ച് കമൻറ്റ് ചെയ്ത നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുകയാണ്. കാരണം എനിക്ക് നാളെ പിന്നീട് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു ടങ് സ്ലിപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നാക്ക് പിഴവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ തിരുത്തി തന്നതാണ്. അത് നല്ല ഉദ്ദേശത്തോട് കൂടി തന്നെ ഞാൻ സ്വീകരിക്കുകയാണ്. ഈ കുറച്ചുകൂടെ നല്ല രീതിക്ക് സംസാരം ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, കല്യാണം ഒരു 4-5 മാസത്തിന് ശേഷം ഉണ്ടാകും. സെപ്റ്റംബർ മാസത്തിലായിരിക്കും പ്രതീക്ഷിക്കുന്നത്. വേറെ അനാവശ്യ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഹൽദിയോ അല്ലെങ്കിൽ ജാതകം കൊടുപ്പോ അല്ലെങ്കിൽ മോതിര കല്യാണമോ അല്ലെങ്കിൽ പിന്നെ എൻഗേജ്മെൻറ്റോ അങ്ങനത്തെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോം പാർട്ടി, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു പരിപാടിയില്ല. ഒരു സാധാരണ ഒരു കല്യാണം അവിടെ ഉണ്ടാവും. പിന്നെ സേവ് ദ ഡേറ്റ് പോലും ഓപ്ഷണലാണ്. ഉണ്ടാവാം അഥവാ ഉണ്ടാവാതിരിക്കാം, അങ്ങനെ രണ്ടാണ്. അത് തീരുമാനമായിട്ടില്ല. പിന്നെ റിസപ്ഷൻ്റെ കാര്യവും തീരുമാനത്തിലല്ല. ചിലപ്പോൾ ഉണ്ടാവാം, അത് ഉണ്ടാവത്തില്ല. അതും ഇങ്ങനെ പ്ലാനിങ്ങിലാണ്. അപ്പം ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഞാനിങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഓർത്തം കണ്ട് സംസാരിക്കുന്ന ഒരാളല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ്. ഓക്കെ, എനിവേ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം, ദേവിയേ.